ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടക്കറിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് വലിയ ഉള്ളി, അതായത് സവോള, പിന്നെ കറിവേപ്പില, പച്ചമുളക്, കുറച്ച് തക്കാളി. ഞാൻ ഒരു സവോള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അര കഷ്ണം തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പപ്പടം ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്രയും മസാലകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. ഇനി ഫുൾ തീക്കളി ചട്ടി വെച്ചു. ഇത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കുഞ്ഞി ചട്ടിയാണ്, കാരണം പപ്പടം ഇവിടെ എല്ലാവർക്കും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമുക്ക് ആ മുറിച്ച് വെച്ച പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം. ഓയിലാണ് പൊരിക്കുന്നത്. കുപ്പി കണ്ട് ഞെട്ടണ്ട, ടൊമാറ്റോ സോസില്ല, ഇതാണ് ഞങ്ങൾ ഓയിൽ പാത്രം. അങ്ങനെ ഓയിൽ ഒഴിച്ചെടുത്ത് ആവശ്യത്തിന് ആ പപ്പടം പൊരിയാനുള്ള എണ്ണയും വേണം. പിന്നെ അതിലേക്ക് തന്നെയാണ് നമ്മൾ ഉള്ളി വാട്ടുന്നത്. ഇനി പപ്പടം ഇട്ട് കൊടുക്കാം. അപ്പോൾ മുറിച്ച് വെച്ച പപ്പടം എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പപ്പടം ഇട്ട് കൊടുക്കണ്ട അല്ലേ, ആവുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എങ്ങനെയാണ് ഇടാമെന്നൊന്നും എനിക്കറിയില്ല, ഞാനിപ്പോൾ എങ്ങനെയാണ് ഇട്ടത്. ഒന്ന് മൊഴിഞ്ഞ് വരട്ടെ. ഇത് നടക്കാവ് ഡേ മാർട്ടിൽ നിന്ന് വാങ്ങിയ പപ്പടമാണ് ഗൈസ്. പക്ഷേ എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ലായതിന്. പൊരിക്കുന്ന സമയത്ത് ഞാൻ 2 ദിവസം മുന്നേ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും പൊരിക്കുന്ന സമയത്ത് എന്തോ സ്മെല്ല്. പക്ഷെ പപ്പടത്തിനാണ് സ്മെല്ല്, കളർ വ്യത്യാസമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്തോ ഒരു അസഹനീയമായ സ്മെല്ലാണതിന്. ഡേറ്റൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം തീ കുറച്ചുകൂടി ഒന്ന് കൂട്ടി വെക്കാം, പപ്പടം പൊരിയണ്ടേ. ഞാൻ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയ പപ്പടം വെന്തില്ല എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ച് തന്നെ കൊടുക്കാം. ഇനി ഇതുപോലെ അടുത്ത പപ്പടം ഫുള്ള് പൊരിച്ചെടുക്കാം. അപ്പോൾ പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പൊരിഞ്ഞ് കിട്ടി. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. തീ കുറയ്ക്കണം, ഡേഞ്ചറാണ്. ഇങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, തീ കുറയ്ക്കണം. ഉള്ളി ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇതിലേക്ക് ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മത്, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടില്ല ഗൈസ്. ഞാൻ അമ്മിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് മസാല കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പം എല്ലാ മസാലയും കൂടി ഇങ്ങനെ ചെയ്യാം. മിക്സ് വെൽ. അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇതൊക്കെ. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. മുഴുവനും ഒഴിച്ചു. എനിക്ക് തോന്നുന്നു ഇനിയും വേണമെന്നറിയില്ല. പപ്പടം കൂടി ഇടുന്ന സമയത്തെ എല്ലാത്തിനും നിൽക്കാൻ സ്ഥലം ഉണ്ടാവുമെന്നറിയാം. നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നോക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാം, എത്ര ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു ഗൈസ്. ഇനി പപ്പടം കൂടി കുതിരുമ്പോഴേക്കും കുറേ. ഇനി ഇതൊന്നും ഇവിടെ കിടന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ച് തന്നിട്ടുണ്ട്. ഇനി തിളയ്ക്കുന്നതിലേക്ക് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടം നന്നായിട്ട് മിക്സ് വെൽ. ഓ ഗൈസ്, വെള്ളം കൂടിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ നിർത്തി വറ്റിക്കാം.
എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് പപ്പടം കൂടി നിന്ന് തിളച്ചോട്ടെ. എന്നിട്ട് ഉപ്പൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം, ഉപ്പ് വേണോ വേണ്ടേ. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇച്ചിരി തിളയ്ക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്. നല്ല മണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എന്താ വെച്ചാൽ ആ ചിക്കൻ മസാലയുടെ മല്ലിപ്പൊടീൻ്റെ ഒക്കെ മണമല്ലേ എൻ്റെ അടിച്ച് വരുന്നു. തുമ്മി തുമ്മി മടുത്തു. നമ്മുടെ കറി റെഡിയായി ഗൈസ്.